നമസ്കാരം. രാജ്യസഭാ എംപിയും ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ സി സദാനന്ദൻ മാസ്റ്ററുടെ കാൽ വെട്ടിയ കേസിൽ 30 വർഷത്തിനു ശേഷം ജയിലിൽ പോകുന്ന പ്രതികൾക്ക് CPM നേതാക്കളും പ്രവർത്തകരും യാത്രയയപ്പ് നൽകി. CPM മട്ടന്നൂർ പഴശ്ശി സൗത്ത് ലോക്കൽ കമ്മിറ്റി ഓഫീസിലാണ് പ്രതികൾക്ക് യാത്രയയപ്പ് നൽകിയത്. മുൻ മന്ത്രി കെ ശൈലജ MLAയും യാത്രയയപ്പിൽ പങ്കെടുത്തു. അഭിവാദ്യം നേർന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടായിരുന്നു യാത്രയയപ്പ്. പ്രതികൾ കീഴടങ്ങിയ തലശ്ശേരി കോടതിക്ക് മുൻപിലും കണ്ണൂർ സെൻട്രൽ ജയിലിന് മുൻപിലും CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായി എത്തി. പാർട്ടിയുടെ സർവ്വ പിന്തുണയോടും കൂടിയാണ് പ്രതികൾ ജയിലിൽ പ്രവേശിച്ചത്. ഈ കേസിൽ 30 വർഷത്തിനു ശേഷമാണ് പ്രതികൾ ജയിലിൽ കീഴടങ്ങിയത്. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് പ്രതികൾ തലശ്ശേരി കോടതിയിൽ കീഴടങ്ങിയത്. CPMകാരായ 8 പ്രതികളെ വിചാരണ കോടതി ശിക്ഷിച്ചിരുന്നു. തുടർന്നാണ് പ്രതികൾ ഹൈക്കോടതിയെയും പിന്നീട് സുപ്രീം കോടതിയെയും സമീപിച്ചത്. എന്നാൽ മേൽക്കോടതിയിൽ നിന്നും ഇളവ് ലഭിക്കാത്തതിനെ തുടർന്നാണ് വിചാരണ കോടതിയായ തലശ്ശേരി അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് പ്രതികൾക്ക് കോടതിയിൽ നേരിട്ട് ഹാജരാകാനായി നോട്ടീസ് നൽകിയത്. നോട്ടീസ് പ്രകാരം ഹാജരാകേണ്ട അവസാന തീയതി ഇന്നായിരുന്നു. ഇതേ തുടർന്നാണ് പ്രതികൾ കോടതിയിൽ നേരിട്ട് ഹാജരായത്. കോടതി പ്രതികളെ ജയിലിലേക്ക് അയച്ചു. അതേസമയം കാൽ വെട്ടിയ കേസിൽ CPM പ്രവർത്തകരായ 8 പ്രതികൾ കീഴടങ്ങിയ സംഭവത്തിൽ പ്രതികരണവുമായി സദാനന്ദൻ മാസ്റ്ററും രംഗത്തെത്തി. തനിക്ക് നീതി ലഭിക്കാൻ വൈകിയെന്നും നീതി കിട്ടിയതിൽ സന്തോഷമുണ്ടെന്നും സി സദാനന്ദൻ പറഞ്ഞു. ജയിലിലേക്ക് പോകുന്ന പ്രതികൾക്ക് വലിയ യാത്രയയപ്പ് നൽകിയത് ദൗർഭാഗ്യകരമായ സംഭവമാണെന്നും അദ്ദേഹം പറഞ്ഞു. മുൻ മന്ത്രി കെ ശൈലജ ഉൾപ്പെടെ പങ്കെടുത്തിരുന്നു. MLA എന്നുള്ള നിലയിൽ അങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുത്തു എന്നത് ദൗർഭാഗ്യകരമാണെന്ന് സി സദാനന്ദൻ പറഞ്ഞു. ഇത് സമൂഹത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രേരണ നൽകുന്ന സമീപനമാണ് കെ ശൈലജ സ്വീകരിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ആക്രമണം നടന്ന് 31 വർഷം കഴിഞ്ഞു. ആശയങ്ങൾ തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത്, ആയുധങ്ങൾ തമ്മിലല്ലെന്നും സി സദാനന്ദൻ പറഞ്ഞു. ശിക്ഷയിൽ ഇളവ് നൽകിയാൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്ന് കോടതി നിരീക്ഷിച്ചു. ഇരയ്ക്ക് വേണ്ടി സർക്കാർ എന്തുകൊണ്ടാണ് അപ്പീൽ പോകാത്തതെന്ന് കോടതി ചോദിച്ചിരുന്നുവെന്ന് സി സദാനന്ദൻ പറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ നിലവിൽ സ്ഥിതി സമാധാനപരമാണ്. മുൻപ് നടന്ന അക്രമങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നില്ല. കണ്ണൂർ ജയിലിൽ പ്രതികൾക്ക് കൂടുതൽ പരിഗണന ലഭിച്ചേക്കുമെന്നും സി സദാനന്ദൻ പറഞ്ഞു. 1994 ജനുവരി 25 രാത്രിയിലാണ് സി സദാനന്ദൻ ആക്രമിക്കപ്പെടുന്നത്. സംഭവത്തിൽ 8 CPM പ്രവർത്തകർക്കെതിരെ വിചാരണ കോടതി ശിക്ഷ വിധിച്ചിരുന്നു. ഈ വർഷം ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഇത് ശരിവെക്കുകയായിരുന്നു. ഉരുവച്ചാൽ കുഴിക്കൽ കെ ശ്രീധരൻ, മാതമംഗലം നാണു, പെരിഞ്ചേരി പുതിയ വീട്ടിൽ മച്ചാൻ രാജൻ, കുഴിക്കൽ പി കൃഷ്ണൻ, മനക്കൽ ചന്ദ്രത്ത് രവീന്ദ്രൻ, കരയേറ്റ പുല്ലാഞ്ഞിയോടൻ സുരേഷ് ബാബു, പെരിഞ്ചേരിയിൽ മൈലപ്രവർ രാമചന്ദ്രൻ, കുഴിക്കൽ കെ ബാലകൃഷ്ണൻ എന്നിവരായിരുന്നു പ്രതികൾ. ഇവർ സദാനന്ദന് 25,000 രൂപ വീതം നൽകാനും വിചാരണ കോടതി വിധിച്ചിരുന്നു. ഹൈക്കോടതി അത് 50,000 വർദ്ധിപ്പിച്ചു. 2007 ഫെബ്രുവരിയിലാണ് തലശ്ശേരി പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. അത് 2013 ജൂൺ 10 തലശ്ശേരി സെഷൻസ് കോടതി ശരിവെച്ചു. സദാനന്ദൻ നൽകിയ ക്രിമിനൽ റിവിഷൻ അപ്പീലും പ്രതികൾ നൽകിയ ക്രിമിനൽ റിവിഷൻ പെറ്റീഷനുമാണ് ഹൈക്കോടതി പരിഗണിച്ചത്. ടാഡ നിയമപ്രകാരമുള്ള ആദ്യ കേസുകളിൽ ഒന്നാണിത്.